സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബിലാൽ തങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? ബിലാൽ തങ്ങൾക്ക് എപ്പോഴും ഒളിവുണ്ട്. ശുദ്ധിയായി നടക്കുന്നവരെ മലക്കുകൾ സ്നേഹിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നത്, ബിലാൽ തങ്ങൾ നടന്നതുപോലെ 24 മണിക്കൂറും ഒളിവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് 24 മണിക്കൂറും ഒളിവെടുത്തിട്ട് നടക്കാൻ നിങ്ങളോട് ആരോടും ഞാൻ പറയണില്ല. നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുത്താൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോ നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുമല്ലോ, ആ എടുക്കുന്ന സമയത്തെങ്കിലും ഒന്ന് നേരെ എടുക്കുക. ചില ചെറുപ്പക്കാരുടെ ഒളിവെടുപ്പ് കണ്ട അവനെ ആ ഹൗലി തന്നെ മുക്കിയേക്കാൻ തോന്നും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉള്ള കാര്യം പറയാം, ഓടി ഇങ്ങോട്ട് വരും, വെപ്രാളത്തിൽ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഹൗദിനകത്ത് 3 പ്രാവശ്യം മുക്കലും 3 തടകലും ഒറ്റ ഓട്ടം. ഇതാവുള്ളൂ. പണ്ട് 2 ചങ്ങാതിമാര് പള്ളിയിൽ പോയി മഗ്രിബ് നമസ്കരിക്കാൻ പള്ളിയിൽ ചെന്നപ്പോ ഉസ്താദ് അവസാനത്തെ റക്അത്തിന്റെ സുജൂദിലും കണ്ട ഇവന്മാര് 2 പേരും പള്ളിയുടെ മുന്നിൽ വെച്ച് പിരിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ജമാഅത്തെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ 2 പേരും ഗേറ്റിന്റെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ ഒരുത്തനോട് ചോദിച്ചു, അളിയാ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? എന്തോ പറയാനാടാ, ഞാൻ ഒളിവൊക്കെ എടുത്തിട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. മറ്റേവൻ പറയാ, അള്ളാണ് ഞാനെങ്ങാണ് ഒളിവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ ജമാഅത്തും പോയേനെ. പറഞ്ഞ് ഒളിവൊരു എടുത്തില്ല, നേരെ കയറി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഒളിവെടുപ്പ് കാണുമ്പോ ശൈത്താൻ ചിന്തിക്കുക, എന്താ അള്ളാഹ് കാണിക്കണേ. അതാണ് ഇന്നത്തെ നമ്മുടെ ഒളിവെടുപ്പ്. നമുക്കത് എന്താണെന്ന് പോലും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയൂ, ഒളിവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? കളിക്കാനുള്ള സാധനമല്ല. ഒളു എന്ന് പറഞ്ഞാൽ എന്താ? ഒളു എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനുള്ള ഒരാളെ നിങ്ങൾക്ക് കാണണം. നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണം. ഈമാൻ എന്ന് പറഞ്ഞാൽ താടി ഉള്ളതൊക്കെ ഈമാനുള്ളതാണോ? കഞ്ചാവ് അടിച്ച് നടക്കുന്നവനും താടി, ഹാജിയാരക്കാരും വലിയ താടി, ഉസ്താദന്മാരെക്കാരും നിങ്ങൾ ഇരിക്കണില്ല. 2 പേരും അക്കരെ ഇക്കരെ നിൽക്കുന്ന വന്നിവിടെ കയറി ഇരിഞ്ഞങ്ങാതി എത്ര വല്ല വെരിക്കോസിന്റെ അസുഖം പിടിക്കും. വന്നിരുന്നോ? കയറിയിരുന്നോ? കമ്മിറ്റിക്കാരൊക്കെ നിൽക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെക്കാളും വലിയ താടിയുള്ള ചെറുപ്പക്കാരും ഇല്ലേ? ഉണ്ടോ? പറഞ്ഞ താടിയിലൊന്നുമല്ല. നിങ്ങൾക്ക് ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ നാളെ പള്ളിയെ നിസ്കരിക്കാൻ പോകുമ്പോ ഹൗദിന്റെ അടുത്ത് നോക്കിയാൽ മതി. ഹൗദിന്റെ ചാരത്ത് നിങ്ങൾ നോക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സമാധാനത്തോടുകൂടി ഒളിവെടുക്കുന്നത് കണ്ടാൽ നീ ഉറപ്പിക്കണം അവൻ ഈമാനുണ്ട്. സമാധാനത്തോടുകൂടി ഇരുന്ന് ഒളിവെടുക്കുന്നത് കണ്ടാൽ നീ ഉറപ്പിച്ചോ അവൻ ഈമാനുണ്ടെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, എന്തിനാ എത്ര ധൃതി? എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒളിവിനെ കുറിച്ച് അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, നീയൊക്കെ ഒളിവെടുക്കുമല്ലോ, ഞാൻ ഒളിവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്താ ആ ഒളിവിന്റെ വെള്ളത്തിന്റെ അകത്ത് അല്ലാഹു നിങ്ങളുടെ പാപം കഴുകിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപം, മുഖം കഴുകുമ്പോ, കണ്ണ് കഴുകുമ്പോ, മൂക്ക് കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്ത് നിന്റെ പാപങ്ങളാണ് അല്ലാഹു അതിനകത്ത് കഴുകിക്കളയുന്നത്. ഒരു പുതുമതികളാ നന്നാകാൻ, ഒരു പുതുമതികളാ ചെറുപ്പക്കാരാ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുമുത്തിയാൽ പാപങ്ങൾ പൊറുക്കുന്നത് പോലെ ഒരു മനുഷ്യൻ നബിതങ്ങൾ കാണിച്ചു തന്നതുപോലെ അവന്റെ പാപങ്ങൾ അല്ലാഹു അതിനകത്ത് കഴുകിക്കളയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കളിക്കേണ്ട കാര്യമല്ല. നിനക്ക് ഒളിവിനെ കുറിച്ച് അറിയാനിട്ടാണ് 30, 50, 60 കൊല്ലം കൊണ്ട് ഒളിവെടുക്കുന്ന ബാപ്പാ. എന്തിനാണ് ഒളിവെടുക്കുന്നതെന്ന് നിനക്കറിയുമോ? മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒളിവെടുക്കാൻ നിന്ന അവിടുന്ന് കരയുകയാ.
അവിടുന്ന് കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ ശരീരത്തിന്റെ നിറം മാറുകയാണ്. മരണം പറഞ്ഞപ്പെടല്ല, മയ്യത്ത് കണ്ടപ്പെടല്ല, ഖബറ് കണ്ടപ്പെടല്ല, നരകത്തെ കുറിച്ച് കേട്ടപ്പെടല്ല. ഉളവെടുക്കുന്നതിന് വേണ്ടി നിന്ന് കഴിഞ്ഞ സുഫിയാനി സൗരിതങ്ങള് കരയുന്നത് കണ്ടപ്പോ, കൈകാലുകൾ വിറയ്ക്കുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഉളവെടുക്കുന്ന സമയത്ത് കരയുന്നത് എന്തിനാ? കൈകാല് വിറയ്ക്കുന്നത് എന്തിനാ? നിറം മാറുന്നല്ലോ തങ്ങളെ, എന്തിനാണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നാളെ മുതൽ ഉളുവെടുക്കുമ്പോ ഈ ബോധം വേണം. ഇന്ന് വരെ ഉളുവെടുത്തത് പോലെയല്ല, ഇനി മുതൽ ഉളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചിന്തയാണ് വേണ്ടത്. മഹാനായ സുഫിയാനി സൗരി തങ്ങൾ അവിടെന്ന് പറയുന്നു, എന്തിനാണ് ഉളുവെടുക്കുന്നതെന്നറിയോ? എന്റെ റബ്ബിനെ കാണാനാ, എന്റെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാനല്ലോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ മുനാജാത്താണല്ലോ. അല്ലാഹു മുമ്പിൽ വരുന്ന സമയമാ, ഒരു മറയുമില്ലാതെ പടച്ച റബ്ബ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. വിധങ്ങൾ പറഞ്ഞല്ലോ, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് വാപ്പാ. പെങ്ങളെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനാ. അപ്പ കരയണ്ട്, അപ്പ പേടിക്കണ്ട്, അപ്പ നീ വല്ലാതെ പ്രയാസപ്പെടണ്ട്. ഉളുവെന്ന് പറഞ്ഞാൽ ഇതാണ് വാപ്പാ. എന്റെ ചെറുപ്പക്കാരാ, ധൃതി വേണ്ടടാ മോനെ, ഒരല്പനേരം നിൽക്കടാ. ഉളുവിന്റെ അവയവങ്ങള് കൈ കഴുകുമ്പോ മുട്ടുവരെയല്ല, മുട്ടുൾപ്പെടെയല്ല, കുറച്ച് മുകളിലേക്ക് കയറ്റി കഴുകടാ ചെറുപ്പക്കാരാ. അല്പമൊന്ന് മുകളിലേക്ക് തലവൊന്ന് തടകുമ്പോ ഒന്ന് മുകളിലേക്ക് കയറ്റു. നഷ്ടമില്ലല്ലോ, അതിന്റെ പ്രതിഫലം അറിയുമോ? നാളെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടന്നു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലതാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, ഉടുതുണിയില്ലാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ പ്രകാശിക്കുമടാ ചെറുപ്പക്കാരാ, പ്രകാശിക്കും. പെങ്ങള് ഉളുവെടുക്കുമ്പോ ഒരല്പം മുകളിലേക്ക് കയറ്റി കഴുകിയ വാപ്പാ, തലതടകുമ്പോ അല്പം മുകളിലേക്ക് കയറ്റിയ ചെറുപ്പക്കാരാ, ഉളുവെടുക്കുന്ന സമയത്ത് സൂക്ഷ്മത പുലർത്തിയ പെങ്ങള് നാളെ പ്രകാശിക്കുന്നോളെ. തിരിച്ചറിയാനുള്ള അടയാളമാ, തിരിച്ചറിയാനുള്ള അടയാളമാ. അതുകൊണ്ട് ഉളുവെടുക്കുന്ന സമയത്ത് നിങ്ങളെ സൂക്ഷിക്കണോ. ഒന്നുമില്ലാതെ നിസ്കരിക്കരുത്, പരിഹസിക്കലാ, അല്ലാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാ. ഒന്നുമില്ലാതെ പള്ളിക്ക് കെട്ടുകയറി നിസ്കരിക്കുന്നത് നീ പടച്ചറപ്പിനെ പരിഹസിച്ച, നീ അല്ലാഹുവിനെ നാണം കെടുത്തിയ, നീ അല്ലാഹുവിനെ കളിയാക്കിയ. മോനെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോ നിനക്ക് ആഗ്രഹമില്ലേ? പറയണമല്ലോ, ലാ ഇലാഹ പറഞ്ഞു മരിക്കാ കുതിക്കുന്നവനല്ലോ. പറ്റിക്കുമടാ അല്ലാഹ്, നിന്നെ കളിയാക്കുമടാ അല്ലാഹ്. ആ സമയത്ത് നിന്നെ പടച്ചറപ്പങ്ങ് പരിഹസിക്കുമടാ, നിന്നെ നാണം കെടുത്തും ചെറുപ്പക്കാരാ. നാവ് പൊങ്ങില്ലടാ മോനെ. അതുകൊണ്ട് പറയുകയാ, ഉളുവോടുകൂടി നടക്കൂ. മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങൾക്ക് പൊതുവായിരുന്നു. ഉളുവെടുക്കു പെങ്ങള്, നിസ്കരിക്കുമ്പോ മാത്രമല്ല
ഖുർആൻ ഓതാ മാത്രമല്ല ഉളു വേണ്ടത്, എപ്പോഴും ഉളു വേണമല്ലോ. ഉറങ്ങുമ്പോഴും ഉളുവോടുകൂടി വേണം ഉറങ്ങാൻ എന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് വീഴ്ച ചെന്നിട്ട് ഉളുവെടുക്കാതെ ഒരാൾ ഉറങ്ങരുത്, ഉളുവെടുക്കാതെ ഒരാൾ ഉറങ്ങരുത്. എല്ലാവരും ഉളുവെടുത്തിട്ട് വേണം ഉറങ്ങാൻ, എല്ലാവരും ഉളുവോടുകൂടി വേണം ഉറങ്ങാൻ. ഉളുവോടുകൂടി ഉറങ്ങിയാ കിട്ടുന്ന പ്രതിഫലം അറിയോ? കിടന്നുറങ്ങുന്നവന്റെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ മലക്ക് ദുആ ചെയ്യുകയാ, പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. നീ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്യുമെന്ന് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, ചെറുപ്പക്കാരാ, ഉറങ്ങുന്നതും ഉളുവോടുകൂടി വേണം, മരിക്കുന്നതും ഉളുവോടുകൂടി വേണം. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, നിനക്ക് അർത്ഥമറിയുമോ ചെറുപ്പക്കാരാ? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്തിനാണ് പറയുന്നതെന്ന് നിനക്കറിയുമോ? ഉറക്കമെന്ന് പറഞ്ഞ മരണമാ. ഉളുവോടുകൂടി വേണം മരിക്കാൻ, ഉളുവോടുകൂടി വേണം മരിക്കാൻ. ഉളുവോടുകൂടി മരിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? വരുമടാ ചെറുപ്പക്കാരാ, ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി നിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ോടുകൂടി മരിക്കുന്നവനാ. അതുകൊണ്ട് VIP വരും ചെറുപ്പക്കാരാ. വിശിഷ്ട അതിഥിയായിട്ട് ഒരാൾ വരുമടാ ചെറുപ്പക്കാരാ. ആരാ വരുന്നതെന്നറിയോ? പെണ്ണുങ്ങളെ മരിക്കുമ്പോഴും ഒതുവെടുത്തിട്ട് വേണം മരിക്കാറ്, ഒതുവോടുകൂടി വേണം മരിക്കാറ്. പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ നബി തങ്ങൾ ചോദിക്കും, അസ്റായീലേ, എന്റെ ജിബ്രീൽ എവിടെ? എന്റെ ജിബ്രീൽ എവിടെ? എനിക്ക് ജിബ്രീലിനെ കാണണം അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ എവിടെ? എനിക്ക് ജിബ്രീലിനെ കാണണം. എടാ, ഒളുവെടുത്തിട്ട് വേണം മരിക്കാൻ, ഒളുവോടുകൂടി വേണം മരിക്കാൻ. ഒളുവെടുത്തിട്ട് കിടന്നിറങ്ങുന്ന രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ ഒളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബ്രീലിനെ കണ്ടിട്ട് മരിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ടാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഒളുവെടുത്തു കൊടുക്കുന്നത്. നീ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ വരുമ്പോ അതിഥിയായിട്ട് ജിബ്രീൽ വരും. അല്ലാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ശുദ്ധിയോടുകൂടി നടക്കുന്നവർ, ഒളുവെടുത്ത് നടക്കുന്നവർ. അല്ലാഹു അങ്ങനെ നടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ശുദ്ധിയായ സമയത്ത് തന്നെ ഒളുവോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നിർത്താറായോ? നിർത്താറായോ? 10:45. ഇൻഷാ അല്ലാഹ്. ഒരു ബക്കറ്റ് പിരിവ് എടുത്ത് ഒരു ദുആയും ചെയ്ത് സലാത്ത് പറഞ്ഞാൽ 11 മണിയാകും. എന്തു വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഒരെണ്ണം കൂടെ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കൈ. പൈസ ചോദിക്കുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ കാണണം. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് എടുത്തോ, ബക്കറ്റ് എടുക്കും. ഇവിടെ നോക്കിയേ, തലയുടെ മുകളിൽ നോക്കിക്കേ, തലയുടെ മുകളിൽ നോക്കണേ. എന്റെ അല്ല, നിന്റെ. വല്ല ഒന്ന് മുകളിലേക്ക് നോക്കാൻ നോക്ക് താത്ത. ആകാശം കാണുന്നില്ല? അല്ല, നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്.
നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റുമായിട്ട് ഇവര് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഇട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് അള്ളാഹിനോട് പറയും, പടച്ചവനെ നീ കൊടുത്തതിൽ പങ്ക് ഇവൻ കൊടുത്തു, ഇവന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ രക്ഷപ്പെടും, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പോക്കറ്റിൽ പൈസയും വെച്ചിട്ട് നീ പൊട്ടം കളിച്ച അങ്ങനെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് നീ കൊടുക്കാതെ ഇരുന്നാൽ മലക്ക് തലയുടെ മുകളിൽ നിന്നുകൊണ്ട് പറയും, പടച്ചവനെ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്, നീ യതീംഖാനയിലായി പോകും, അല്ലാഹു കാക്കുമാറാകട്ടെ. 8ന്റെ പണി എന്ന് പറഞ്ഞ ഇതാ. ഉസ്താദല്ല ദുആ ചെയ്യുന്നത്, തങ്ങളല്ല ദുആ ചെയ്യുന്നത്, ഒരു പ്രവാചകനല്ല ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മലക്ക്. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കിന്റെ ദുആ വേണോ അതോ നേരെ തലതിരിയണം? എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ബിസ്മില്ലാ, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണോ? സമാധാനത്തിൽ പിരിക്കും. വീട് കെട്ടാനല്ല, എല്ലാവരുടെ മുമ്പിൽ നിന്ന് പൈസ മേടിക്കണം. ഇവിടെ ചങ്ങാതി ഓടാ ബക്കറ്റും കൊണ്ട് നിൽക്കുന്നു, പൊക്കോ, ഓടരുത് കേട്ടോ. പതുക്കെ പോയി എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. ആ പെൺകുട്ടികളൊക്കെ ഒന്ന് പതുക്കെ പോ, അൽഹംദുലില്ലാഹ്. സ്പീഡ് കൂടുന്നു, പതുക്കെ പോ, അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. അവിടെ എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞിട്ട് കൊടുത്തോ. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എപ്പോഴാ വരുന്നറിയില്ല. ഈ കണ്ണൂരങ്ങാണ്ടല്ലേ ഒരു സഹോദരി വണ്ടിക്ക് തീ പിടിച്ചില്ലേ, വണ്ടി ഗർഭിണിയായ സഹോദരി. അല്ലാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. ഇത്രയുള്ള മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ, അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം, വിപത്തുകൾ ഉണ്ടാകുന്ന കാലം അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മൂന്നാമത്തെ വിഭാഗമാരാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അത് ചോദിക്കാനുള്ള കാരണം നബി തങ്ങൾ അങ്ങനെ ചിരിക്കാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചിരിക്കാറില്ല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ ചിരിക്കുന്നേ? നമ്മൾ എന്നാണോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിച്ച പെണ്ണുമ്പിള്ള വല്ലതും ചോദിക്കോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളെങ്ങാണോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിച്ച ഓട് വിചാരിക്കും പടച്ചവനെ കിളി പോയോ. എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോ, പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തിനാ നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഞാൻ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നബി തങ്ങൾ പറയുകയാ, റഅയ്തുൽ ബാരിഹത അജ്ബ, ഞാൻ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ പോകുമ്പോ ഒരു കൊട്ടാരം കണ്ടു, സ്വർഗ്ഗത്തിലൊരു വീട് കണ്ടു, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം കണ്ടു. ആ സ്വർഗ്ഗത്തിലെ കൊട്ടാരത്തിനകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ഒരു ശബ്ദം. നബിതങ്ങൾക്ക് നല്ല പരിചയമുണ്ട്, പക്ഷെ ആരാണെന്ന് അറിയുന്നില്ല. ശബ്ദം കേൾക്കുമ്പോൾ നല്ല പരിചയമുള്ള ശബ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിക്കുന്ന, പടച്ചവനെ ആരാ അല്ലാഹ്? ഏത് സാര പടച്ചൻ ഇത്രയും വലിയ ഭാഗ്യവാൻ, ഈ ചെറുപ്പക്കാരൻ ആരാ? നബി തങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ അത് ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ ഖുർആൻ ഓതണേ. ഇപ്പൊ നബി തങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് അറിയോ എന്റെ ഹാരിസ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മലക്കുകൾ പറഞ്ഞു, എനിക്കല്ല, എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ ഏത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത് ബിൻ നുഅ്മാനിന്റെ പേര് പറയും നബിയെ. കാരണം എന്തെന്നറിയോ? ഹാരിസത്ത് ബിൻ നുഅ്മാനിന് അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം നേരിട്ട് കൊടുക്കുന്ന സഹാബി. നാളെ സ്വർഗത്തിലെ ഭക്ഷണം അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന സഹാബിയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അതുകൊണ്ടാണ് എല്ലാവർക്കും പരിചയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്ത് നന്മ ചെയ്തിട്ടാ നബിയെ, എന്ത് നന്മ ചെയ്തിട്ടാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, കദാക്കൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനോടും വല്ലാത്ത സ്നേഹമാ, ഈ പ്രതിഫലം എനിക്ക് കിട്ടൂ. എന്താ പ്രതിഫലം? സ്വർഗത്തിലെ ഭക്ഷണം അള്ളാഹു നേരിട്ട് തരും. അപ്പൊ എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായി, എനിക്ക് കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളെ മലക്കുകൾ സ്നേഹിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണമെങ്കിൽ അതിന് വേറെ. ആ ചെറുപ്പക്കാരന് 3 ഗുണമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് പ്രത്യേകമായിട്ടൊരു 3 സ്വഭാവം ഉണ്ടായിരുന്നു. ഈ 3 സ്വഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കും ഈ പ്രതിഫലം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്ന 3 ഗുണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം തരും. അള്ളാഹു വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പയോ ഉമ്മയോ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഉള്ളവര് എന്താ പരകൈ നടത്തിയേ ഒക്കടോ? അൽഹംദുലില്ലാഹ്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ 105 വയസ്സുള്ള ഒരു ഉമ്മാനെ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ. എന്നെ അത്രയും സ്നേഹമാവും ഉമ്മയ്ക്ക്. നല്ല പ്രായമുള്ളൊരു ഉമ്മ, അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന 1ാമത്തെ ഗുണം. കൈതാഴ്ത്തിയോ? മറന്നുപോയി. എല്ലാരും റെഡിയല്ലേ? കഴിഞ്ഞില്ലേ? മോനെ വെള്ള കച്ചവടം, നീ വെള്ളം ഒന്നും കൊടുക്കണ്ട, നീ ഇരുന്നോ, നീ അവിടെ പോയിടാ. നിങ്ങൾ കേൾക്കേണ്ട കാര്യം പറയാൻ പോലെ. ഇനി മഴ. 1ാമത്തെ ഗുണം, ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ സ്വന്തം കൈകൊണ്ട് ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരി കൊടുത്തിട്ടുള്ള മക്കളെ കൊണ്ട് കൈവപ്പിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തിങ്ങനെ ആയിപ്പോയ? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ, ആ മാതാപിതാക്കൾക്ക് നിന്റെ കൈ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ നീ പിന്നെ ആരാ? അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്നെക്കാളും വലിയ ഒരു നഷ്ടവാളി ഈ ദുനിയാവിലുണ്ടോ? നിങ്ങളെക്കാളും വലിയ ഒരു നഷ്ടവാളി ദുനിയാവിലുണ്ടോ? ഹാരിസത്ത് ബിൻ നുഅ്മാനിനുണ്ടായിരുന്ന 1ാമത്തെ ഗുണം, ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണും പിള്ളയ്ക്ക് വാരി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് ഉസ്താദ്. മക്കൾക്ക് വാരി കൊടുക്കുന്നുണ്ടോ? ആ കളവിക്കിനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പമില്ലേ? ഉമ്മ വാപ്പായിക്കും ഉമ്മായിക്കും വാരി കൊടുക്കാൻ നിനക്കൊന്നും സമയമില്ല. പെണ്ണും പിള്ളയ്ക്കും കണ്ടവനും കാമുകനും പെണ്ണിനും കൂട്ടുകാർക്കും അല്ലാഹു അഅലം. എന്തെന്നറിയോ? നിനക്ക് ഇതുവരെ ഉമ്മ ആരാണെന്ന് തിരിഞ്ഞിട്ടില്ല. നിന്റെ ഉമ്മയാരാ, നിന്റെ വാപ്പയാരാ, അവരുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കൊന്നും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. മനുഷ്യന്മാരെ, അറിയുമായിരുന്നെങ്കിൽ ഈ പണിക്കിരിക്കില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ പഠിക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വരികയാ. യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ, എന്റെ മാതാപിതാക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? എന്റെ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് നബിയേ? നിന്റെ വാപ്പയോടാണ്. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 10 മാസക്കാലം ഗർഭം ചുമന്നത് വാപ്പയായിരുന്നില്ല, ഉമ്മയാ. ഉമ്മ നടക്കുകയില്ല, കിടക്കുകയില്ല, ഉറങ്ങുകയില്ല. പടച്ചവനെ, ഉമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ 10 മാസം ചുമന്നത് ഉമ്മയാടാ മക്കള്. പടച്ചവനെ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് വാപ്പയല്ല, ഉമ്മയാ. എന്തൊരു വേദനയാ പെങ്ങള്. മോളെ, നിന്റെ ചെറുപ്പക്കാരോട്, എടോ, നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞ 4 മാസമല്ലെങ്കിൽ 40 ദിവസം അവൾക്ക് സുഖവാസമാണല്ലോ. പക്ഷേ നിന്റെ ഉമ്മ 4 ദിവസം കിടന്നിട്ടില്ല. 3 2 ചോറ് വെക്കണം, വീട്ടുജോലി വെക്കണം. പടച്ചവനെ, വേറെ ആരുമില്ല. ഇതൊക്കെ സഹിച്ചത് നിന്റെ ഉമ്മയാ. ഉമ്മ പട്ടിണിയാണെങ്കിലും നിന്നെ പട്ടിണി കിട്ടട്ടില്ല. നീ കരഞ്ഞു കഴിഞ്ഞ അമ്മ നിന്നെ പാല് തന്ന് വളർത്തിയല്ലോ. പടച്ചവനെ, ആ ഉമ്മയാണ്, ആ ഉമ്മയുടെ കാഴ്ചവെട്ടിലാണ് സ്വർഗ്ഗം കിടക്കുന്നത്. അങ്ങനെ ഒരു ഉമ്മാനെ അല്ലാഹു നിനക്ക് നൽകിയിട്ട് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ വാപ്പാ. എന്റെ പെങ്ങളെ, ഉമ്മാടെ വില നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഉമ്മയാരാണെന്നറിയോ? ഉമ്മയുടെ മഹത്വം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉമ്മാടെ വില അറിയോ? ഒരാള് നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി, ഈ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? പറയടോ, അടിക്കാൻ പാടുണ്ടോ? ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി അഴിക്കാൻ പാടുണ്ടോ? പാടില്ല. എങ്കിൽ ഞാൻ എന്റെ വീടിനകത്ത് നിന്ന് സുന്നത്ത് നിസ്കരിക്കുകയാ. ഞാൻ എന്റെ വീടിനകത്ത് നിന്ന് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് വിളിക്കുന്നു, മോനെ സിറാജേ. ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ചോദിക്കണ എന്തേ ഉമ്മ എന്ന്. അല്ലാഹു ഈ മന്ദരമാറാകട്ടെ. ഇതാണ് ഉമ്മ. എങ്ങനെ നിസ്കരിക്കാൻ കെട്ടിയിരിക്കുന്ന കൈ, സുന്നത്ത് നിസ്കാരത്തിന് കെട്ടിയിരിക്കുന്ന കൈ അടിച്ചിട്ട് ചോദിക്കണേ എന്തേ ഉമ്മ. അതോ നിസ്കരിക്കണോ? പറ, മനുഷ്യൻ നിസ്കരിക്കണോ? ഉമ്മ വിളിച്ച കൈ അടിക്കണം. ഇതാണ് ഉമ്മ. ഇതാണ് നിന്റെയൊക്കെ ഉമ്മ. ഇതാണ് ഉമ്മയുടെ വില. ഇതാണ് ഉമ്മയുടെ മഹത്വം. തിരിഞ്ഞില്ലല്ലോ നിനക്ക് തിരിഞ്ഞില്ലല്ലോ. അള്ളാഹു ഇത്രയും നല്ല ഒരു അവസരം നൽകിയിട്ട് നിനക്ക് നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് നിനക്കൊന്നും ഇത്രയും കാലത്തിനിടയിൽ ഒരിത്തിരി വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പായ്ക്ക് വിലയില്ല എന്നല്ലട്ടാ, വാപ്പ ആരാണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. മക്കൾക്കൊക്കെ വാപ്പയോട് വല്ലാത്ത ദേഷ്യം, ഉമ്മാനോട് മാത്രം വല്ലാത്ത സ്നേഹം. എല്ലാ മക്കൾക്കും ഉമ്മാനെയാ വേണ്ടത്, വാപ്പാനെ വേണ്ട. വാപ്പ തല്ലും, വാപ്പ വഴക്കു പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തല്ലലും വഴക്കു പറയലും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനടോ? ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഉമ്മായിക്കാ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഞാൻ പറയാം, എന്റെ വാപ്പായിക്കാ സ്നേഹം. നമ്മുടെ വാപ്പായ സ്നേഹം നമ്മൾ പിന്നെ വാപ്പ പുറത്ത് കാണിക്കത്തില്ലടാ. വാപ്പയ്ക്ക് സ്നേഹമുണ്ട്, പുറത്ത് കാണിക്കാറില്ല. വാപ്പ നമ്മളെ തല്ലും, വഴക്കു പറയും. വാപ്പ വഴക്കു പറയും, തല്ലും. എന്നിട്ട് വീടിനകത്ത് കയറിയിട്ട് വാതിലടച്ചിരിക്കും. പക്ഷെ രാത്രി കിടക്കാൻ ചെല്ലുമ്പോ ഉപ്പാൻ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്തേ മനുഷ്യ, നിങ്ങൾ ഉറങ്ങണില്ലേ? ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ. വാപ്പ പറയും, ഉപ്പ പറയും, ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ. അപ്പത്തെ ദേഷ്യത്തിൽ തല്ലിപ്പോയതാ. അവൻ വല്ലതും കഴിച്ചോടി. ഉപ്പ ഉമ്മാനോട് ചോദിക്കും, അവൻ വല്ലതും തിന്നോ? നീ ഒന്ന് പോ അവന്റെ അടുത്ത്, ഒന്ന് സമാധാനിപ്പിക്കും.
ഉമ്മ വന്നതല്ലോ, നമ്മുടെ വാപ്പ പറഞ്ഞു വിട്ടതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ വാപ്പ പറഞ്ഞു വിടും. പാപം നമ്മളെ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ഉപ്പയ്ക്ക് വലിയ സങ്കടപാട്, വല്ലാത്ത വിഷമമാ ഉപ്പയ്ക്ക്. ഉമ്മാനെ പറഞ്ഞു വിടും, നീ പോയി നോക്ക്, നീ പോയി നോക്ക്. അവനെ ഒന്ന് സമാധാനിപ്പിക്കും. ഞാൻ അടിച്ചുപോയല്ലോ. പക്ഷെ നമുക്കാർക്കും നമ്മുടെ വാപ്പയുടെ വില അറിയില്ല. വാപ്പ ആരെന്നറിയോ? ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. വാപ്പാനെ പരിഗണിക്കാത്ത മക്കളെ ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. പക്ഷേ വാപ്പ ആരെന്നറിയുമോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിതങ്ങൾ പറയുകയാണ്, നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ വാതിലാണ്. വാതിലിൽ കൂടെ അല്ലാതെ പിന്നെ എവിടെ പോവാനാ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിലും വാപ്പയാ വാതില്. അതുകൊണ്ട് മക്കളെ, വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനോട് ദേഷ്യം കാണിക്കല്ലേ, വാപ്പയെ നമ്മൾ സ്നേഹിക്കണം. പടച്ചവനെ നിങ്ങൾ ചിന്തിക്കണോ, ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ഭാര്യയ്ക്ക് കൊടുക്കാൻ സമയമുണ്ട്, മക്കൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെ ഉണ്ടായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ നിനക്ക് വാരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ചിന്തിക്കും മനുഷ്യ. നീ ചിന്തിച്ചു നോക്ക്, നീ എത്ര വലിയ നഷ്ടപാളിയാ. സഹോദരി, നിനക്ക് സമയമില്ല ഉപ്പാനെ ഉമ്മാനെ നോക്കാൻ. മാതാപിതാക്കൾക്ക് ഒന്ന് നോക്കുവാനോ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനോ സമയമില്ലല്ലോ നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവരെ വേദനിപ്പിക്കുന്ന അധികം പേരും. ചങ്ങാതി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ നിന്റെ ഭാര്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു, നിന്റെ മക്കൾക്ക് വാരി കൊടുക്കുന്നു. കൊടുക്കണ്ട എന്ന് ഞാൻ പറയണില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ട എന്താണെന്നറിയോ? നീ വീട്ടിലേക്ക് പോകാൻ ഒരു ദിവസം താമസിച്ചു. 12 മണിയായി, 1 മണിയായി, നീ വീട്ടിൽ പോകാൻ താമസിച്ചു. പക്ഷെ നീ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും, നിന്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും, നിന്റെ മക്കൾ ഇറങ്ങിയിട്ടുണ്ടാകും. പക്ഷെ നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാകില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എന്റെ മോൻ വന്നില്ലേ, എന്റെ മോൻ വന്നില്ലേ? സുഖമില്ലാതെ കിടക്കുന്നവരാണെങ്കിലും നമ്മൾ ചെല്ലാതെ അവർ ഉറങ്ങില്ലടോ. നീ ഒരു ദിവസം വീട്ടിൽ ചെന്നു, രാത്രി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടപ്പോ ഭാര്യ ചോദിച്ചു, എന്തു പറ്റി? നീ പറഞ്ഞു, പെണ്ണേ, കച്ചവടമൊക്കെ നഷ്ടത്തിലാ, കച്ചവടമൊക്കെ നഷ്ടത്തിലാ. ഓള് പറയും, അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വേണം. ഓള് പറയണ മറുപടി എന്താ? ഓള് പറയണ മറുപടി എന്താ? നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് വീടിനകത്തിരിക്കുമ്പോ അവള് പറയും, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ, അങ്ങനെ തന്നെ വേണം. കിടപ്പറയിൽ നിന്ന് നീ പിണങ്ങി ഇറങ്ങും. കിടപ്പറയിൽ സമാധാനമില്ലാതെ വന്നപ്പോ നീ രാത്രി ഇറങ്ങി വന്നിട്ട് ഹാളിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉമ്മ നോക്കുമ്പോ ആരോ ഹാളിൽ ഇരിക്കുന്നു. ഉമ്മ അടുത്ത് ചെല്ലും, എന്തേ മോനെ ഇവിടെ ഇരിക്കണേ, എന്തേ മോനെ ഇവിടെ ഇരിക്കണം? ഉമ്മ, എന്തേടാ മുഖത്തൊരു വിഷമം? ഉമ്മ, കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില, ഉമ്മ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തില. അപ്പോഴും ഉമ്മ പറയും, പോട്ടടാ മോനെ, അള്ളാഹു എല്ലാം തരും, സമാധാനിപ്പിക്കും. അത് ഉമ്മ. ഈ കച്ചവടം തുടങ്ങിയപ്പോ പോലും നീ ആ തള്ളയോട് പറഞ്ഞില്ല. അതാ മനസ്സിലാക്കണ്ടേ. നീ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറയാതെ തുടങ്ങി. അവസാനം നഷ്ടം വന്നപ്പോ, നിനക്ക് സങ്കടം വന്നപ്പോ ഉമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചോ, നിങ്ങളൊക്കെ എത്ര നല്ലതുപോലെ വേണമെങ്കിലും നിങ്ങളുടെ മക്കളെ വളർത്തിക്കോ. പക്ഷെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ തൊണ്ടയിലേക്ക് സ്വന്തം കൈകൊണ്ട് ഒരു കവള് വെള്ളം ഒഴിച്ചു തരുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീയൊക്കെ എത്ര പഠിപ്പിച്ചാലും എത്ര വളർത്തിയാലും നിന്റെ മക്കൾ വെള്ളം അടുത്തു കൊണ്ടുവച്ച് തരും. മരിക്കാൻ കിടക്കുന്ന നിന്റെ വായിൽ ഒരു കവള് വെള്ളം ഒഴിച്ചു തരുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. കാരണം നീ നിന്റെ ഉമ്മായിക്ക് കൊടുത്തിട്ടില്ല, നീ നിന്റെ വാപ്പയുടെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല, നിന്റെ ഉമ്മയ്ക്ക് നീ ഒരിക്കൽ പോലും ഭക്ഷണം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടാൻ? നിനക്കതിന് സമയമില്ലല്ലോ. നിന്റെ ഉപ്പാനെ ഉമ്മാനെയും വാരി കൊടുക്കാനോ എടാ ചങ്കുകൾക്ക് കൊടുക്കൂലേ, കൂട്ടുകാർക്ക് കൊടുക്കൂലടാ. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ ഫ്രണ്ടിന്റെ വായിക്കകത്തേക്ക് കുത്തിക്കയറ്റി കൊടുക്കുന്ന നിനക്ക് സ്വന്തം ഉമ്മയുടെ വായിലും അവള് ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നീ വിചാരിക്കും നീ കൊടുത്ത കഴിക്കില്ലെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ വാപ്പയും ഉമ്മയും കഴിക്കില്ലെന്ന്. ഒന്ന് പോയി ചോദിച്ചു നോക്കണോ? ഞാൻ പറയുന്നത് നിങ്ങൾ പോയി ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ ഉമ്മയുടെ സ്നേഹം നമുക്കറിയാം. നമ്മൾ ചുമ്മാ ചോദിക്കാഞ്ഞിട്ടാ.
എന്റെ ഉമ്മാനൊക്കെ ഞാൻ പോയി ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വാരിത്തരട്ടെ? എന്തേ മോനെ? ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തന്ന അല്ലാഹ് സ്വർഗത്തിലെ ഭക്ഷണം തരും, എന്നാ വാരിത്താടാ. ഇതാണ് ഉമ്മ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവേ, മക്കളെ കേൾക്കണേ, ഇന്നത്തെ മക്കളൊക്കെ കേൾക്കേണ്ടവരാണ്. നബി തങ്ങൾ പറയുകയാണ്, ആ സ്വഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാറില്ല. ആ സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തില്ലായിരുന്നു. നബിയിനാ റസൂലുള്ളാഹി നമ്മളോ ഇന്നത്തെ ചെറിയ മക്കൾ വരെ ഉമ്മാനെ തല്ലാൻ കൈവക്കും. ഉമ്മാനെയും വാപ്പാനെയും പടച്ചവനെ ഇന്ന് ഭരിക്കുകയാണല്ലോ. ഉമ്മാനെയും വാപ്പാനെയും മക്കള് ഭരിക്കുന്ന കാലം. മക്കള് പറയും വല്ലതും തിന്നിട്ട് ഇവിടെ ഇരുന്നോണം. അത്രയൊക്കെ ആയിപ്പോയി നീയൊക്കെ. ലേവങ്ങളെ, ഒരു പണക്കാരനായ ഭർത്താവിനെ കിട്ടി, ഒരു കൊട്ടാരമൊക്കെ കിട്ടിയപ്പോ നീ ഉമ്മാനെ ഭരിക്കാനായി. ഇന്ന് വാപ്പാടെ ഉമ്മാടെയും ജോലി എന്തെന്നറിയോ? ഇവിടെ ചങ്ങാതി, നിനക്ക് ഇവിടുന്നാടാ ഈ പണമൊക്കെ കിട്ടിയേ? നീ എങ്ങനാ പണക്കാരനായേ? നീ എങ്ങനാ ഈ നാട്ടിൽ കൊട്ടാരം പണിതത്? നീ ഒന്ന് പഴയ കാലം ഒന്ന് ചിന്തിക്ക്. വായി നോക്കി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്കൊക്കെ. നിങ്ങളൊക്കെ വായി നോക്കി തെക്കുവടക്ക് നടന്ന ഒരു കാലത്ത് നിന്റെ ഉമ്മ ഉസ്താദിനെ കാണുമ്പോ പറയും, എന്റെ മോനൊരു ജോലി വേണം ഉസ്താദ്, ദുആ ചെയ്യ്. എന്റെ മോനൊന്ന് ഗൾഫിൽ പോകണം. ഉമ്മായും ദുആ ചെയ്ത്, ഉസ്താദും ദുആ ചെയ്ത്, പാപ്പയും ഉമ്മയും 50ഉം 100ഉം കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ച് നിന്നെ ഗൾഫിലെത്തിച്ചു. നീ ഗൾഫിൽ പോയി വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇവിടെ ഭയങ്കര പ്രശ്നമാ, ഉമ്മ ചൂടാ, ഉമ്മ അല്ലാഹുവേ ഭക്ഷണമില്ല, ഉമ്മ പ്രയാസമാ ഉമ്മ. ഉമ്മ പറഞ്ഞു, ഞാനുണ്ടടാ മോനെ ദുആ ചെയ്യാൻ, എല്ലാം ശരിയാകും. അവസാനം നിനക്ക് ജോലി കിട്ടി. ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മോന് സാലിഹത്തായ ഒരു ഇണയെ കൊടുക്കണേ അല്ലാഹ്, എന്റെ മോൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാഹ്. വാപ്പയും ഉമ്മയും ദുആ ചെയ്ത് നിനക്കൊരു ഭാര്യയെ കിട്ടി, ഒരു ഭർത്താവിനെ കിട്ടി. ഉമ്മ ദുആ നിർത്തിയില്ല. ഉമ്മ പറഞ്ഞു, പടച്ചോനെ എന്റെ മക്കൾക്ക് അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്. നീ ദുആ ചെയ്തതിനേക്കാളും കൂടുതൽ ചെയ്തത് നിന്റെ ഉമ്മയാടോ, നിന്റെ വാപ്പയാടോ? ദുആ ചെയ്ത് നിനക്ക് മക്കളെ കിട്ടി, ഉമ്മ ദുആ നിർത്തിയില്ല. അല്ലാഹുവേ പടച്ചോനെ എന്റെ മോനൊരു വീട് കൊടുക്കണേ അല്ലാഹ്, എന്റെ മോനൊരു വീട് കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ദുആ ചെയ്ത് നിനക്ക് വീട് കിട്ടി. ഒരു വട്ടമെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ചങ്ങാതി ഉമ്മാനെ? എടാ ഗൾഫിൽ കിടക്കും. ഉമ്മ ചോദിച്ചു, മോനെ എന്നെ ഒന്ന് കൊണ്ടുപോ. ഇല്ലടോ, ഇന്ന് എന്നെ ഒന്ന് കൊണ്ടുപോ. ഉമ്മ ഇവിടെ ഇല്ല, റൂമില്ല, അതില്ല, ഇതില്ല. പെണ്ണ് കെട്ടി 4 മാസത്തിന് മുമ്പ് പെണ്ണും പിള്ളയെ ഗൾഫിൽ കൊണ്ടുപോയി. നീ ഭാര്യയെ കൊണ്ടുപോയി, നിന്നെ കയറ്റിവിട്ട നിന്റെ ഉമ്മാനെ നീ ഇന്നവരെ കൊണ്ടുപോയിട്ടുണ്ടോ? നീ അപ്പോഴൊക്കെ പറഞ്ഞു, റൂമില്ല, അതില്ല, ഇതില്ല, പൈസ ഇല്ല. കെട്ടിയവളെ കൊണ്ടുപോകാൻ പൈസ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് നാള് കഴിഞ്ഞു, ഭാര്യ ഗൾഫിൽ പോയി. ഉമ്മാനെ വിളിയില്ല, നോട്ടമില്ല, ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു, ഉമ്മ വിസ എടുത്തിട്ടുണ്ട്, ഉമ്മ പാസ്പോർട്ടൊക്കെ റെഡിയാക്കണം ഗൾഫിൽ വരാൻ. ഉമ്മ വിചാരിച്ചു, പടച്ചവനെ എന്റെ മോൻ എന്നോട് വല്ലാത്ത സ്നേഹം കൊണ്ടാ. ഉമ്മ വിചാരിച്ചു സ്നേഹം കാരണം വിളിച്ചതാണെന്ന്. ഉമ്മാനെ ഗൾഫിൽ കൊണ്ടുപോയി. ഉമ്മ അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് കൊണ്ടുപോയത് മോൻ മരുമകളുടെ പേരെടുക്കാനായിരുന്നു. ഉമ്മയുടെ ജോലി എന്ത്? 40,000 ഒക്കെ ഇന്നൊരു മാസം പ്രസവിച്ച കൂടി നിൽക്കാൻ. ഉമ്മയാകുമ്പോ തിന്നാൻ വല്ലതും കൊടുത്താൽ മതിയായല്ലോ, ഫ്രീ സർവീസ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ഉള്ളതാടോ പറഞ്ഞത്. ഉമ്മയുടെ ജോലി എന്തെന്നറിയോ? നിന്റെ പെണ്ണും പിള്ളയുടെ മക്കളെ നോക്കണം. പൈസാങ്കാരത്ത് വാപ്പ പിന്നെ വലിയ സ്ഥാനത്താ, വാപ്പയ്ക്ക് വലിയ ജോലിയാ, ഓൻ ഗൾഫിലാ. കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്, ആരുമില്ല. ഒന്ന് പോയി കാവല് കിടക്കണേ വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പാടെ ജോലി കാവല് കിടക്കൽ. എന്റെ സംസാരം കടുത്തുപോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതാണ് യഥാർത്ഥ സത്യം. ഇതാടോ യഥാർത്ഥ സത്യം. നീയൊക്കെ വളർന്നുപോയി സഹോദരി. ഇത്തിരി പണമൊക്കെ കിട്ടിയപ്പോ നീ ഉമ്മാനെ ഭരിക്കാനായി, നീ വാപ്പാനെ ഭരിക്കാനായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം പോയി ഉമ്മാനെ ഉപ്പാനെയും നോക്കാൻ സമയമില്ല. ഭർത്താവ്, വീട്, മക്കള്, ട്യൂഷൻ, സ്കൂള്. രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പാനെ ഉമ്മാനെയും തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്ത മക്കളുടെ കാലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിനക്കും ഉണ്ടല്ലോ മക്കള്, ഞാനതാ ഓർമ്മപ്പെടുത്തുന്നേ. നിങ്ങൾക്കും ഉണ്ടല്ലോ മക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ,
മക്കളെ, നിങ്ങൾക്കും മക്കളുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, സഹോദരിമാരോട് പറയുകയാ, വന്ന വഴി മറക്കല്ലേ. മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ കടന്നുകൊണ്ട് ശബ്ദമുയർത്തുന്ന മക്കൾ കേട്ടോ, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അത് നിനക്ക് ശാപമാ, അവരുടെ കണ്ണ് നനയിപ്പിക്കല്ലേ, അത് നിനക്ക് നാശമാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ശിക്ഷ കിട്ടുകയാണ്. അത് മരണത്തിന് ശേഷമല്ല, ദുനിയാവിൽ വെച്ച് തരുമല്ലോ. ദുനിയാവിൽ വെച്ച് റബ്ബ് നിങ്ങൾക്ക് ശിക്ഷ തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. നബിതങ്ങളുടെ സ്വഹാബിയാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. സ്വഹാബികൾ വന്നിട്ട് പറയുന്നു, നബിയേ, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തിട്ട് അൽഖമയ്ക്ക് പറയാൻ പറ്റുന്നില്ല നബിയേ. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു, പറയാ നാവ് പൊങ്ങുന്നില്ല. നബിതങ്ങളുടെ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചോദിച്ചത്, ഈ അൽഖമ 5 നേരം നിസ്കരിക്കുമോ? അൽഖമ 5 നേരം നിസ്കരിക്കുന്ന സഹാബിയാണോ? സഹാബത്ത് പറഞ്ഞ 5 വഖത്ത് നിസ്കരിക്കുന്ന സഹാബിയാ. രണ്ടാമത്തെ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് വാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചത് ഉമ്മ ഉണ്ടോന്നാണ്. ഉണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുവാ. വിളിച്ചു കൊണ്ടുവന്നു. നെളിഞ്ഞിരിക്കുന്ന മക്കളൊക്കെ കേട്ടോ, നെളിഞ്ഞിരിക്കുന്ന ആണുങ്ങളൊക്കെ കേൾക്കാൻ. ഇത് പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മാനെ കൊണ്ടുവന്നു. ഉമ്മാനോട് ചോദിച്ചു, അൽഖമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നബിയേ, എനിക്ക് അവനെ വല്ലാത്ത സ്നേഹമാണ്, അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവൻ മാറി. കേക്കണം കേട്ടോ, എന്റെ മകൻ അൽഖമ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. ഉമ്മയുടെ പരാതി നോക്കുന്നില്ലായിരുന്നില്ല, ഉമ്മനെ തല്ലിയെന്നായിരുന്നില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുകയാ, അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ എന്നോട് ആദ്യം പറയുന്നത്. എന്റെ മോൻ അങ്ങനെ ആയിരുന്നു. എന്ത് വിഷയമുണ്ടെങ്കിലും അവൻ ആദ്യം വന്ന് എന്നോട് പറയും, എന്നിട്ടേ ആരോടെങ്കിലും പറയൂ. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എനിക്ക് 2ാം സ്ഥാനമാണ് തരുന്നത്. ആദ്യം ഭാര്യയോട് പറയും, പിന്നെ എന്നോട് പറയും. അവൻ എനിക്കിന്ന് 2ാം സ്ഥാനമാണ്. അവൻ എന്തുണ്ടെങ്കിലും അവൻ ആദ്യം ചെന്ന് അവന്റെ ഭാര്യ എടുത്ത് പറയും, രണ്ടാമത് എന്നോട് വന്ന് പറയും. പറയത്തില്ല എന്ന് പറഞ്ഞില്ല. നബിയെ, ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ വളർത്തിയത്, എന്നോടല്ലേ നബി ആദ്യം പറയേണ്ടത്, എന്നോടല്ലേ നബി ആദ്യം പറയേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഷഹാദത്ത് കലിമ പറയാൻ പറ്റുന്നില്ല. ഇല്ല നബിയെ, ഞാൻ പൊരുത്തപ്പെടില്ല നബിയെ, ഞാൻ അവൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാ. നബിതങ്ങൾ പറഞ്ഞു, ഉമ്മ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങണില്ല, ഉമ്മ ഒന്ന് പൊരുത്തപ്പെടു. ഇല്ല നബിയെ, ഞാൻ പൊരുത്തപ്പെടൂല നബിയെ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല നബിയെ, കാരണം ഞാൻ എന്റെ ജീവിതം അവന് വേണ്ടി മാറ്റിവെച്ചതാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിറക് ശേഖരിച്ചുകൊണ്ട് വരാൻ, കത്തിച്ചേക്കാൻ. ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ വേണ്ട കത്തിച്ചേക്കാൻ. തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, വേണ്ട നബിയെ, വേണ്ട നബിയെ, ഇതാടോ ഉമ്മ, ഇതാണ് ഉമ്മ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അവൻ എന്നെ വേദനിപ്പിച്ചാലും അവൻ എന്റെ മോനല്ലേ നബിയെ, എത്രയൊക്കെ ആണെങ്കിൽ അവൻ എന്റെ മകനല്ലേ, വേണ്ട നബിയെ, ഞാൻ അവന് പൊരുത്തപ്പെട്ടു കൊടുത്തു. അപ്പോഴാ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരോട്, ഭർത്താക്കന്മാരോട്, ഇരിക്കണ മക്കളോട് ഞാൻ ചോദിക്കുകയാ, എടാ, നീ കള്ളുകുടിയനാണെങ്കിലും, നീ എത്ര വൃത്തികെട്ടവനാണെങ്കിലും, നിന്റെ ഉപ്പാടെ ഉമ്മാടെ മുന്നിൽ വെച്ച് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. നീ കള്ളനാണെങ്കിലും കൊലപാതകയാണെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുന്നത് നിന്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും ഇഷ്ടമല്ല. നീ എത്ര മോശക്കാരനാണെങ്കിലും അത്രയ്ക്കും സ്നേഹമാണ് നിന്നോട്. പക്ഷെ നീ ചിന്തിക്ക്, നിന്റെ ഉമ്മാനെ, നിന്റെ വാപ്പാനെ, നിന്റെ ഭാര്യ എന്തെല്ലാം പറയും.
ഈ പെണ്ണുങ്ങളൊക്കെ അപ്പാനെ ഉമ്മാനെ എന്തെല്ലാം പറയുന്നു, നീ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടാറുണ്ടോ? ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയും നീ ഒരു കൊട്ടാരം പണിതു. മാട്ടൂലിന്റെ പരിസരത്ത് നിങ്ങളുടെ നാട്ടിൽ ഒരു വലിയ കൊട്ടാരം പണിതു. നീ രോഗം പിടിച്ച പ്രായം ചെന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ ആ വീടിനകത്ത് കിടന്നൊന്ന് മൂത്രം ഒഴിച്ച, ഒന്ന് കാഷ്ടിച്ച, എടാ വിവരമുള്ള ആരെങ്കിലും ചെയ്യോ? ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ബെഡിനകത്ത് മൂത്രം ഒഴിക്കോ? റൂമിനകത്ത് കാഷ്ടിക്കുമോ? രോഗം പിടിച്ച നിന്റെ ഉമ്മ ഒന്ന് ചുമച്ച് നിന്റെ വീടിനകത്തൊന്ന് തുപ്പിയപ്പോൾ നിനക്ക് നൊന്തു. നമ്മൾക്ക് സഹിക്കാൻ പറ്റണില്ല. എടാ തുടച്ചാ പോകില്ല ചങ്ങാതി. അതൊന്ന് തുടച്ചാ, ഒന്ന് കഴുകിയ ഷീറ്റ് ബെഡ്ഷീറ്റ് ഒന്ന് കഴുകിയ വൃത്തിയാവില്ലേ? അപ്പൊ നിന്റെ ഭാര്യ വന്നിട്ട് പറയുകയാ, ഈ വസ്തുക്കൾ എവിടെങ്കിലും കൊണ്ടുവന്ന് കള, എനിക്ക് വയ്യ. നിനക്ക് എവിടെങ്കിലും കൊണ്ടുവന്ന് കള. പടച്ചവനെ, വാപ്പാരെയും ഉമ്മാനെയും നിന്റെ ഭാര്യ എന്തെല്ലാം പറയുമ്പോ നീ എന്തൊക്കെ പറയുന്നടാ ചങ്ങാതി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നീ ഉമ്മാടെ മടിത്തട്ടിൽ കിടന്ന് മൂത്രമൊഴിച്ചവനല്ലേ? നീ കാഷ്ടിച്ചവനല്ലേ? ഉമ്മാടെ മുഖത്ത് നീ തുപ്പിയിട്ടില്ലേ? ഉമ്മയുടെ മുഖത്ത് തല്ലിയിട്ടില്ലേ? മുടി വലിച്ചു പറിച്ചിട്ടില്ലേ? ഉപ്പാടെയും ഉമ്മാടെയും ശരീരത്തെ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം ഛർദിച്ചോ? തല്ലിയില്ലല്ലോ, പോടാ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്തൊക്കെ ചെയ്താലും എന്റെ മോനെ, എന്റെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച ആ ഉപ്പാനെ ഉമ്മാനെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ മാതാപിതാക്കളെയാണ് നീയൊക്കെ വേദനിപ്പിക്കുന്നത് എന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നാളെ അല്ലാഹ് ആയുസ് തന്ന രോഗം പിടിച്ച് കിടക്കുന്ന ഉപ്പാനെ ഉമ്മാനെ ഒന്ന് കാണാൻ പോയിട്ട് ആ പാവങ്ങൾ ഉമ്മ കൊടുത്ത ഓർമ്മയുണ്ടോ മക്കളെ? ഉമ്മായിക്കും വാപ്പായിക്കും ഒരു ചുംബനം കൊടുത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചിന്തിക്കും. ഈ അടുത്ത കാലത്തെങ്ങാണ് ഒരു ഉമ്മ കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. ഈ അടുത്ത സമയത്ത് പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഉമ്മായിക്ക് വാപ്പായിക്ക് ഈ അടുത്തെങ്ങാണ്. ഇത് നമ്മുടെ അവസ്ഥ. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ചുംബനം കൊടുക്കണം, അവരെ കാണാൻ പോണം, അവരുടെ കൈകാലുകൾ ഒന്ന് നെക്കി കൊടുക്കണം, ഒന്ന് തടകണം. ഒരു 5 മിനിറ്റ് നീ ഒന്ന് അടുത്തിരിക്കും, ഒരല്പം ഭക്ഷണം വാരി കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആരാ പോകുന്നത്? അൽഹംദുലില്ലാഹ്, ഉമ്മായിക്കും വാപ്പായിക്കും ജീവിച്ചിരിക്കുന്നവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈപൊക്കിക്കും. മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമെന്ന് നിയത്ത് ചെയ്യുന്ന മക്കള് വേണമെങ്കിൽ പൊക്കിയാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിന്നെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നീ കൈപൊക്കിയില്ലെങ്കിൽ വല്ലാഹി ഞാൻ പറയുകയാ, നീ വളർത്തുന്നത് വെറുതെയാ. നിന്റെ ഉപ്പായിക്കും ഉമ്മായിക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കൈപൊക്കാൻ മനസ്സില്ലാത്ത പെണ്ണെ, നീ നൊന്തു പ്രസവിച്ചത് 10 മക്കളെയാണെങ്കിലും നിനക്ക് പ്രയോജനമുണ്ടാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ കൈപൊക്കിയ മക്കൾ അവർ ചെയ്ത പാപം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് ഇത്രയും നാളും അറിയാത്തത് കൊണ്ട് ചെയ്യാഞ്ഞതാ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ.